ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, ഞാൻ മരിച്ചാലും മറക്കൂല. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കണ്ണൂക്കിൻ്റെ ബിരിയാണി നിങ്ങളെല്ലാവരും കൂടി കുത്തിർന്ന് തിന്നണ്ടേനി. വിമാനം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, പെട്ടെന്ന് എയർ ഹോസ്റ്റസ് വന്നിട്ട് പറയാണ് പൈലറ്റിന് ഹാർട്ട് അറ്റാക്ക് എന്ന്. മൂപ്പർക്ക് വിമാനം ഓടിക്കാൻ പറ്റാതെ ആകെ ടെൻഷൻ അടിച്ച് കുഴങ്ങി നിൽക്കുക. അപ്പോൾ പൈലറ്റ് എയർ ഹോസ്റ്റസ് വന്നിട്ട് ചോദിക്കുകയാണ് ആർക്കെങ്കിലും വിമാനം ഓടിക്കാൻ അറിയുമെന്ന്. അപ്പോൾ എല്ലാവരും കൂടി ബദരീങ്ങളെ മമ്പൂർത്ത് തങ്ങൾ പാപ്പേ വിമാനമാണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ്, പണ്ട് അക്ഷയയിൽ നമ്മൾ ഇതൊക്കെ എക്സലൊക്കെ പഠിക്കാൻ വേണ്ടി പോയില്ലേ, ആ സമയത്ത് മാങ്ങനെ പിടിക്കണോ എയറിലൂടെ ഇങ്ങനെ എയറോപ്ലെയിനെ പഠിപ്പിക്കണ ഒരു ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. ആ ഒരു സംഭവം ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ അത് മതി നിങ്ങൾ പോരിയെന്നും പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം എൻ്റെ കുൽസമ്മയെ, ഞാൻ പോയിട്ട് ഈ മറ്റേ പൈലറ്റ് ഇരിക്കുന്ന സ്ഥലത്ത് പോയാണ്ട് ഇരുന്ന് നോക്കിയപ്പോൾ ഇത് തിരിക്കണ ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ 2 കാലിങ്ങനെ ചേർത്ത് പിടിച്ചാൽ അത്രക്കും വണ്ണോ. ആനൻ്റെ തുമ്പിക്കൈ ഇങ്ങനെ വട്ടത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അത്ര വലുപ്പം ഉണ്ടാവും, അതേ വലുപ്പത്തിലുള്ള സ്റ്റിയറിങ്. എൻ്റെ ബദിരീങ്ങളെ മമ്പൂർത്തെ തങ്ങൾ പാപ്പ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോണ്ട് അവിടുന്ന് അതങ്ങനെ നേരെ ഒരു എത്തിഹാദ് അങ്ങ് വരുന്നു. യാ റബ്ബുൽ ഇസ്സത്തായ അല്ലാ എന്നും പറഞ്ഞിട്ട് അൽ ഫാത്തിഹ എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരൊറ്റ തിരി അതൊന്ന് ആകാശത്ത് വെച്ചിട്ടെങ്ങാനും 2ഉം കൂടി തമ്മിൽ കൂട്ടിമുട്ടിയ എത്ര മരണം ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് വല്ല ബോധമുണ്ടോ? നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിലല്ലേ ഇറക്കേണ്ടത്. പണ്ട് EMA കോളേജിൽ പഠിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്, ഇപ്പുറത്തെ കുളം അപ്പുറത്തെ കോളേജ് അതിൻ്റെ ഇപ്പുറത്തെ എയർപോർട്ട്. അപ്പം ഞാൻ 2ഉം കൽപ്പിച്ചിട്ട് ഇന്നെ കാത്തോളീന്നും പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒരൊറ്റ ഇറക്കൽ. ഭാഗ്യത്തിന് എന്തായി, വിമാനം ലാൻഡായി. ആ സമയത്തൊക്കെ ഉണ്ടല്ലോ പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും കൂടി എൻ്റെ അടുത്ത് കണ്ട് ഓടി വന്നിട്ട് കെട്ടി പിടിച്ചിട്ട് ഉമ്മോട് ഉമ്മ. ഈ ലിപ്സ്റ്റിക്ക് എന്താ നിങ്ങൾ ചോദിച്ചില്ലേ, ഇതൊക്കെ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി കയറി വന്നിട്ട് ഉമ്മ വെച്ചതാ. ആ സമയത്തുണ്ടല്ലോ പത്രക്കാരും TV-ക്കാരും എല്ലാവരും കൂടി വന്നിട്ട് ആരാ വിമാനം അടിച്ച്. ഞാൻ നൈസായിട്ട് ബാക്കൊക്കെ ഇങ്ങനെ മാറിനപ്പോൾ ഒരു ചങ്ങായി പറയാം ആ നായിൻ്റെ മോനെ ഓടിച്ചത്. ഞാൻ മെല്ലെ ഇങ്ങനെ മാറി നിന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഒന്നും അറിയാത്ത മാതിരി നിന്ന്. അപ്പം ഉണ്ടൊരു സൈബീരിയൻ ഹസ്കി ആ ഫ്ലൈറ്റിലുള്ളതിന് എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ബ്രോ താങ്ക് യു സോ മച്ച് ബ്രോ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. അതെ, ഞാനൊന്ന് പോയി കുളിക്കട്ടെ. എൻ്റെ അമ്മേ. എന്നാലും എൻ്റെ ആങ്ങളെ എന്നെ കഴിവ് കണ്ടങ്ങള് അല്ല ഗുഡ്സ്, നിങ്ങൾക്ക് പ്രാന്തുണ്ടോ? ആ നായിൻ്റെ മോൻ തള്ളിയതാ ഇത് തീർത്ത്. വിമാനം ഓടിക്കുന്ന ഒരു ആങ്ങള. അല്ല അളിയ, ഞാൻ ആലോചിക്കുന്ന ഇതൊന്നുമല്ല. ഇത്രയും കൊല്ലം ഗൾഫിലുള്ളവരൊക്കെ ഇവൻ എങ്ങനെ സഹിച്ചെന്നാ. എൻ്റെ പടച്ചോൻ എന്ത് തള്ള.